ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ മുതലപ്പുഴയിലെത്തി. മുതലപ്പുഴയിലെ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള തീരുമാനങ്ങൾ സ്വീകരിക്കുന്നതിനായി കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. ഇന്ന് മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളുമായി മന്ത്രി ആശയവിനിമയം നടത്തും. അടുത്ത മാസം ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് പ്രശ്നങ്ങളെക്കുറിച്ച് പഠനം നടത്താനാണ് സർക്കാരിൻ്റെ തീരുമാനം. ഹാൻസ് ജോൺ ചേരുന്നു വിവരങ്ങളുമായിട്ട്. ഹാൻസ്, അതിനു മുമ്പ് ഫിഷറീസ് മന്ത്രി നേരത്തെ സംസാരിച്ചു, അതിലേക്ക്. അപ്പോൾ നമ്മൾ ആ യോഗത്തിൽ തീരുമാനിച്ചത് ഇതിൻ്റെ ടെക്നിക്കൽ ടീം ജൂലൈയിൽ ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. വീണ്ടും അവർ സന്ദർശിച്ച ശേഷം ഇവിടുത്തെ ലോക്കലായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ കൂടി അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് അവർ തരുന്ന ഒരു റിപ്പോർട്ട് ഞങ്ങൾ വീണ്ടും യോഗം ചേർന്ന് ചർച്ച ചെയ്തതിന് ശേഷം അതിൽ മുമ്പോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ ഈ മണ്ണ് അടിയുന്നത് കൊണ്ട് ഡ്രഡ്ജിങ് ഇപ്പോൾ ഇവിടെ ആവശ്യമായിട്ടുണ്ട്. അതേപോലെ തന്നെ കല്ല് കുറച്ച് ഇടിഞ്ഞ് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യാനുള്ള ഡയറക്ഷൻ സിക്ക് കൊടുത്തിട്ടുണ്ട്. സി അതിനുവേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്യും. അതുപോലെ തന്നെ സിഗ്നൽ ലൈറ്റ് ഇപ്പോൾ ബാക്കിലാണ്, ഫ്രണ്ടിലേക്ക് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും സിക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. സി അതിനുവേണ്ടിയുള്ള നടപടികൾ എടുക്കും. തീർച്ചയായിട്ടും നമുക്ക് സുരക്ഷിതമായ ഒരു മത്സ്യബന്ധനം നടത്തുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഇവിടുത്തെ എല്ലാവരുടെയും അഭിപ്രായം കൂടി കേട്ട ശേഷം ടെക്നിക്കലായിട്ട് കിട്ടുന്ന അഡ്വൈസ് അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകും. ഈ ഡ്രഡ്ജിങ്ങിന്റെ വിഷയത്തിൽ ചന്ദ്രഗിരി ഡ്രഡ്ജിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ഈ ചന്ദ്രഗിരി ഡ്രഡ്ജിങ് പാതിവഴിയിൽ നിലച്ച സാഹചര്യം. ഇവരുടെ ആവശ്യം ഈ അദാനി ഇവിടെ ഡ്രഡ്ജർ ഉപയോഗിച്ച് ഡ്രഡ്ജ് ചെയ്യണമെന്നാണ്. അതിൽ ഏതെങ്കിലും തീരുമാനമുണ്ടോ? ഇതിലെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഉള്ള ഡ്രഡ്ജർ കുറച്ച് സ്ലോ ആണ്, കുറച്ച് സമയം എടുക്കുന്ന, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ചെയ്യാൻ കഴിയാത്ത ഒരു ഇതുണ്ട്. നമ്മുടെ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ഡ്രഡ്ജർ അതാണ്. അദാനിയുടെ കയ്യിൽ കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള ഡ്രഡ്ജർ ഉണ്ട് എന്ന് ഇവർ തന്നെ മത്സ്യത്തൊഴിലാളികൾ തന്നെ ഇവിടെ പറഞ്ഞു. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പോസിബിലിറ്റി എന്താണെന്നുള്ളത് ഞങ്ങൾ പഠിച്ചിട്ട് ചെയ്യും. കാരണം അതിൻ്റെ കുറച്ച് ടെക്നിക്കൽ സൈഡും ഫൈനാൻഷ്യൽ സൈഡും ഒക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി പരിശോധിച്ച ശേഷം തീർച്ചയായിട്ടും ഏർപ്പെടുത്താൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അത് ഏർപ്പെടുത്തും. പുതിയ വിദഗ്ധ സമിതിയല്ല, നേരത്തെ ചെയ്തവർ തന്നെ ഒന്നും കൂടി റീവിസിറ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. പുതിയതായിട്ടൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. സർക്കാരിന് മുമ്പിൽ 2 പഠന റിപ്പോർട്ടുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്, റീകൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട്. അല്ല, നമ്മൾ ഇപ്പോൾ CWPRSന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അവരാണ് ജൂലൈയിൽ വരുന്നത്. ആ ടീം തന്നെ ജൂലൈയിൽ വന്നതിന് ശേഷം ഇതിന്റെ ഒരു പ്രോഗ്രസും ഇപ്പോൾ നമുക്കുള്ള ആശങ്കകൾ കൂടി കേട്ടതിന് ശേഷം ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മുമ്പോട്ട് പോകും. അതാണ് മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ കേൾക്കുമെന്ന് പറയുമ്പോൾ പോലും ഇന്നലെ നടന്ന യോഗത്തിൽ മത്സ്യത്തൊഴിലാളി പ്രതിനിധികളെ വിളിച്ചില്ല എന്നുള്ള വിമർശനം. ഇന്നലെ മത്സ്യത്തൊഴിലാളി സംഘടനകൾ എല്ലാവരും എന്നെ വന്ന് കാണുകയും അവരെല്ലാം കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഒരു ഓഫീസേഴ്സിന്റെയും ജനപ്രതിനിധികളുടെയും ഒരു യോഗമാണ് ഇന്നലെ വിളിച്ചത്. മത്സ്യത്തൊഴിലാളികളെ കേൾക്കാൻ ഇവിടെ വന്ന് കേൾക്കാനാണ് ജൂലൈയിൽ. അവർ ടെക്നിക്കൽ ടീം വരുമ്പോൾ അവർ കേൾക്കും. അതിനുശേഷം ഞങ്ങൾ വിളിക്കുന്ന യോഗത്തിലും അവരെ കേൾക്കും. സനീഷ്, ഫിഷറീസ് മന്ത്രിയാണ് മുതലപ്പുഴ സന്ദർശിച്ചതിന് ശേഷം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹം അല്പസമയം മുമ്പാണ് മുതലപ്പുഴയിലേക്ക് എത്തിയത്. സ്ഥലം MLA ആയിട്ടുള്ള ചിറയൻകീഴ് MLA ആയിട്ടുള്ള രമ്യ ഹരിദാസും ഒപ്പമുണ്ടായിരുന്നു. ഈ തുറമുഖ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും വന്ന് ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ അടക്കം അവരോട് സംസാരിച്ചതിന് ശേഷം അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് ഈ ജൂലൈ ആദ്യവാരത്തിൽ നിയോഗിക്കുന്ന സമിതിയാണ്. അവർ ഈ സ്ഥലം സന്ദർശിച്ചതിന് ശേഷം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് മന്ത്രി പറയുന്നത്. ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ തുടർ നടപടികളുണ്ടാകും. പക്ഷേ അതേസമയം ഈ മുതലപ്പുഴയിലെ നിവാസികൾ പ്രധാനമായും ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഈ ഡ്രഡ്ജർ കൊണ്ടുവരണം എന്നുള്ളതാണ്. നിലവിൽ ഇവിടെ ഉണ്ടായിരുന്ന ചന്ദ്രഗിരി ഡ്രഡ്ജർ അത് ഏതാനും മാസങ്ങളായി പ്രവർത്തനരഹിതമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ മണൽ നീക്കം സാധ്യമല്ല. ആയതിനാൽ തന്നെ അദാനിയുടെ പക്കലുള്ള വിഴിഞ്ഞം പോർട്ടിലുള്ള ഡ്രഡ്ജർ അടിയന്തരമായി ഇവിടെ കൊണ്ടുവന്ന് പെട്ടെന്ന് തന്നെ ഈ മണൽ നീക്കം പൂർത്തീകരിക്കണമെന്നുള്ള ആവശ്യമാണ് മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ ഒരു 2 മീറ്റർ ഉയരം മാത്രമാണ്, അല്ലെങ്കിൽ അത്തരം മാത്രം ആ ഒരു ഉയരത്തിൽ മാത്രം പൊഴിയുള്ളൂ, അല്ലെങ്കിൽ അത്തരം ഉയരത്തിലേക്ക് മണൽ അടിഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ തന്നെ വരുമ്പോൾ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ മത്സ്യബന്ധനം വളരെ ബുദ്ധിമുട്ടിലേക്ക് എത്തും. ഈ ബോട്ടുകൾക്കടക്കം പുഴയിൽ നിന്ന് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഡ്രഡ്ജർ എത്തിക്കണം. മറ്റു കാര്യങ്ങൾക്ക് ഈ ജൂലൈ ആദ്യവാരത്തിലെത്തുന്ന വിദഗ്ധ സമിതി കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം നടപടികൾ സ്വീകരിക്കും എന്നുള്ളൊരു ഉറപ്പ് കൂടി മന്ത്രി ഇപ്പോൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. സനീഷ്, ശരി, നന്ദി ഹാൻസ് വിവരങ്ങൾക്ക്. എന്തായാലും മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ നേരത്തെ മുതൽ ഉള്ളതാണ്. ഇപ്പോൾ പുതിയ സംസ്ഥാന സർക്കാർ
അതിൽ ഗൗരവത്തോടെ ഇടപെടുന്നു. ഫിഷറീസ് മന്ത്രി അങ്ങോട്ടേക്ക് പോകുന്നു എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ സംസാരിച്ചത് നമ്മൾ കേട്ടു. അതിനായിട്ട് വിദഗ്ധ സമിതിയെ വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാകുമെന്നാണ് മന്ത്രി അല്പം മുമ്പ് പറഞ്ഞത്. ഹാൻസ് ജോണാണ് അദ്ദേഹത്തോടൊപ്പം അവിടെ സന്ദർശിച്ചതും വിശദാംശങ്ങൾ നൽകിയതും.